കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മുഴുത്ത ഇഞ്ചി, വീട്ടിൽ നട്ടാൽ മെലിഞ്ഞിരിക്കും. ഇങ്ങനെ പരാതിയുള്ളവർക്കായാണ് ഈ വീഡിയോ. ഇരട്ടി വലിപ്പത്തിൽ ഇഞ്ചി വിളവെടുക്കാനുള്ള ചില സൂത്രപ്പണികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മണ്ണിന്റെ ഗുണം കൊണ്ട് മാത്രം നല്ല വിളവ് കിട്ടില്ല, അതിന് കൃഷിരീതിയും നന്നാവണം. റൈസോം വർഗത്തിൽപ്പെട്ട ഇഞ്ചി ചെടിയെ മണ്ണിന് മുകളിലും അടിയിലുമുള്ള ഒരു ടീമായി കണ്ട് പരമാവധി വിളവ് ലഭിക്കാൻ വേണ്ട പരിചരണം ഉറപ്പാക്കണം. ഇതിനുള്ള മന്ത്രമാണ് ചെടിയുടെ ഊർജം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത്. ഇതിനായി 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം ശുചീകരണമാണ്. കാടുപിടിച്ച പോലെ ചെടികളെ വളരാൻ അനുവദിക്കരുത്. അത് ചെടിയുടെ ഊർജമെല്ലാം നഷ്ടപ്പെടുത്തും. ചെടിയിലുള്ള ഉണങ്ങിയതും മഞ്ഞളിച്ചതുമായ ഇലകളും തണ്ടുകളുമെല്ലാം മുറിച്ചു നീക്കണം. തണ്ടുകൾ ചതഞ്ഞ് കേടുവരാത്ത രീതിയിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വേണം മുറിക്കാൻ. മുറിവിൽ ഏതെങ്കിലും അണുനാശിനിയോ കുമിൾനാശിനിയോ പുരട്ടിക്കൊടുത്താൽ രോഗബാധ ഒഴിവാക്കാം. ഇങ്ങനെ 1-2 ആഴ്ചയിലൊരിക്കൽ മഞ്ഞളിച്ച ഇലകളും ഉണങ്ങിയതും വാടിയതുമായ തണ്ടുകളുമെല്ലാം മണ്ണിനോട് ചേർത്ത് നീക്കം ചെയ്യുന്നതിലൂടെ ചെടിയുടെ ഊർജം മുഴുവൻ പുതിയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. രോഗങ്ങൾ വരാതെ നോക്കാനും ഇത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക എന്നതാണ്. തണ്ടുകൾ ഒരുപാട് തിങ്ങിഞ്ഞെരുങ്ങി വളരുന്നത് രോഗബാധ പടരാനും വിളവ് കുറയാനും കാരണമാവും. ചെടിയുടെ മുകളിൽ നിന്ന് നോക്കി തിങ്ങി വളരുന്ന ഭാഗങ്ങൾ കണ്ടെത്തി ചെറുതും ആരോഗ്യം കുറഞ്ഞതും വെളിച്ചം കിട്ടാത്തതുമായ തണ്ടുകൾ നീക്കം ചെയ്യണം. തണ്ടുകൾക്കിടയിൽ 2-3 ഇഞ്ച് അകലം കിട്ടുന്ന രീതിയിൽ വേണം ചെടി വളർത്താൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾക്കാവശ്യമായ വായുസഞ്ചാരം ലഭിക്കുകയും ഫംഗസ് രോഗബാധ ഒഴിവാകുകയും ചെടി കരുത്തോടെ വളരുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള തണ്ടുകൾ അനാവശ്യമായി മുറിക്കാതിരിക്കാനും ഒരു ശ്രദ്ധ വേണം. മൂന്നാമത്തെ വിദ്യ തിരഞ്ഞെടുത്തുള്ള വിളവെടുപ്പാണ്, അതായത് സെലക്റ്റീവ് ഹാർവെസ്റ്റിംഗ്. വിളവെടുപ്പിനായി സീസൺ തീരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം. അതായത് ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ശ്രദ്ധാപൂർവം മാറ്റിയ ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാകമായ ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ശേഷം മണ്ണിട്ട് മൂടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടി അതിൻ്റെ മുഴുവൻ ഊർജവും ബാക്കിയുള്ള റൈസോമുകളിലേക്ക് കേന്ദ്രീകരിക്കും. ഇത് ബാക്കിയുള്ള ഇഞ്ചി ഇരട്ടി വലിപ്പത്തിൽ വളരാൻ സഹായിക്കും. അപ്പോൾ ഈ 3 സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടുവളപ്പിലും നല്ല തടിച്ച സമൃദ്ധമായ ഇഞ്ചി വിളവെടുക്കാം.